റിഹല സഈദ, ഹാപ്പി ജേണി. ആരെങ്കിലും യാത്ര പോകുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഹാപ്പി ജേണി, വിഷ് യു എ ഹാപ്പി ജേണി, സന്തോഷകരമായൊരു യാത്ര നേരുന്നു. അതാണ് ഈ പടം. ഹാദി, നബീൽ എന്നിവർ തമ്മിലുള്ളൊരു ഹിവാറാണ്. ഹാദി: അസ്സലാമു അലൈക്കും. നബീൽ: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഹാദി: കൈഫ ഹാലുക, ഹൗ ആർ യു? അയിന തദ്ഹബു, നീ എവിടെയാണ് പോകുന്നത്? നബീൽ: സൈൻ അൽഹംദുലില്ലാഹ്. അറൂഹു ഇല ഡൽഹി, ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ്. അറൂഹു, ഞാൻ പോകുന്നു. ഇല ഡൽഹി, ഡൽഹിയിലേക്ക്. അദ്ഹബു, അതേ അർത്ഥമാണ് അത് അറൂഹു. ഹാദി: ലിമാദ തദ്ഹബു ഇല ഡൽഹി, നീ എന്തിനാണ് ഡൽഹിയിലേക്ക് പോകുന്നത്? ലിമാദ, എന്തിനാണ് തദ്ഹബു ഇല ഡൽഹി, നീ ഡൽഹിയിലേക്ക് പോകുന്നത്? വ അൻത ഫി മുഅസ്കരി സിക്കിം, നീ സിക്കിമിലെ പട്ടാള ക്യാമ്പിലാണല്ലോ. അപ്പോ നബീൽ പട്ടാളക്കാരനാണ് അല്ലെ, ഇതാണ് നബീൽ. അപ്പോൾ നബീൽ സിക്കിമിലെ പട്ടാള ക്യാമ്പിലാണ് നബീലിന്റെ ജോലി. അപ്പോൾ നബീൽ ഇപ്പോൾ പറയുന്നു ഞാൻ ഡൽഹിയിലേക്കാണ് പോകുന്നത് എന്നല്ലേ. അപ്പോൾ ഹാദി ചോദിക്കുകയാണ്, നീ സിക്കിമിലെ പട്ടാള ക്യാമ്പിലാണല്ലോ, പിന്നെ എന്തിനാണ് ഡൽഹിയിലേക്ക് പോകുന്നത്? മുഅസ്കർ മീൻസ് പട്ടാള ക്യാമ്പ്. നബീൽ: അലയ്യൽ മുഷാറക്കത്തു ഫിൽ അർളിൽ അസ്കരി ഫി യൗമിൽ ജുംഹൂരിയ, എനിക്ക് റിപ്പബ്ലിക് ദിനത്തിലെ സൈനിക പരേഡിൽ പങ്കെടുക്കണം. അലയ്യൽ മുഷാറക്കത്തു, അൽ മുഷാറക്കത്ത് മീൻസ് പങ്കെടുക്കൽ. അലയ്യൽ മുഷാറക്കത്തു, എനിക്ക് പങ്കെടുക്കണം. അലയ്യ, എൻ്റെ മേൽ നിർബന്ധമാണ് എന്നുള്ള അർത്ഥമാണ്. എന്തിൽ പങ്കെടുക്കണം? ഫിൽ അർളിൽ അസ്കരി, പട്ടാള പരേഡ്, സൈനിക പരേഡിൽ. അർള് മീൻസ് പരേഡ്. അൽ അർളുൽ അസ്കരി, സൈനിക പരേഡ്. റിപ്പബ്ലിക് ദിനത്തിനും സ്വാതന്ത്ര്യ ദിനത്തിനും ഒക്കെ സൈനിക പരേഡ് ഉണ്ടാവും അല്ലേ, പട്ടാൾക്കാർ നടത്തുന്ന ഒരു പരേഡ്. അതിൽ എനിക്ക് പങ്കെടുക്കണം. എപ്പോൾ? ഫി യോമിൽ ജുംഹൂരിയ, റിപ്പബ്ലിക് ദിനത്തിൽ. അതിനു വേണ്ടിയാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്. ഡൽഹിയിലെ ചെങ്കോട്ടയുടെ അടുത്ത് വെച്ചാണ് സൈനിക പരേഡൊക്കെ നടത്തുക. ഹാദി: ഹൽ ഇൻതഹത്ത് ഉത്തലത്തുക, നിന്റെ അവധി കഴിഞ്ഞോ? ഹൽ ഇൻതഹത്ത്, അവസാനിച്ചോ? ഉത്തലത്തുക, നിന്റെ അവധി, വെക്കേഷൻ കഴിഞ്ഞോ? ഉത്തലത്ത് മീൻസ് വെക്കേഷൻ. അപ്പൊ നബീൽ പറയുന്നു ഇല്ല. ബലിൽ അസ്കരിയു, എന്നാൽ ഒരു പട്ടാളക്കാരൻ, ഖാദിമുൽ വത്തനി ദായിമൻ, എപ്പോഴും രാജ്യസേവകനാണ്. ഖാദിമുൽ വത്തൻ, രാജ്യസേവകനാണ്. ദായിമൻ, എപ്പോഴും. അവധിയൊന്നുമില്ല അല്ലെ, അവധി ഉണ്ടാകും, പക്ഷെ അവധിയിലായിക്കൊണ്ടിരിക്കെ വിളിച്ചാൽ പോകണം. എപ്പോഴാണോ വിളിക്കുന്നത് അപ്പോൾ പോകണം. അതാണ് ഒരു പട്ടാളക്കാരൻ. അപ്പോ ഹാദി: മിൻ അയ്യി മഹത്വത്തിൻ തർക്കബുൽ ഖിതാറ, ഏത് സ്റ്റേഷനിൽ നിന്നാണ് നീ ട്രെയിൻ കയറുന്നത്? മിൻ അയ്യി മഹത്വത്തിൻ, ഏത് സ്റ്റേഷനിൽ നിന്നാണ്? മഹത്വത്ത് സ്റ്റേഷൻ. തർക്കബു, നീ കയറുന്നത്. അൽ ഖിതാറ, തീവണ്ടിയിൽ, ട്രെയിനിൽ. ഏത് സ്റ്റേഷനിൽ നിന്നാണ്? ഏത് റെയിൽവേ സ്റ്റേഷനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നബീൽ പറയുന്നു മിൻ മഹത്തത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും. ഹാദി: അ ഉസാഹിബുക ഇലൽ മഹത്ത, സ്റ്റേഷനിലേക്ക് ഞാനും നിന്റെ കൂടെ വരണോ? അ ഉസാഹിബുക, ഞാൻ കൂടെ വരണോ, നിന്റെ കൂടെ വരണോ? ഇലൽ മഹത്ത, സ്റ്റേഷനിലേക്ക്. നബീൽ: ല ശുക്രൻ, നോ താങ്ക്സ്, വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. അതമന്ന ലക റിഹല സഈദ, ഐ വിഷ് യു എ ഹാപ്പി ജേണി, ഞാൻ നിനക്ക് നല്ലൊരു സന്തോഷകരമായ യാത്ര നേരുന്നു. നബീൽ: മഅസ്സലാമ, ബൈ. ഫി അമാനില്ല, ബൈ. അങ്ങനെ അവര് പോയി. ഇവിടെ കുറച്ച് കലിമാത്തുൻ മുഹദ്ദബിയ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ, ഇതൊക്കെ അൽ കലിമാത്തു തഹ്ദീബിയ ആണ്. ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അതമന്ന ലക റിഹല സഈദ, ഐ വിഷ് യു എ ഹാപ്പി ജേണി. മഅസ്സലാമ, ബൈ എന്നുള്ളത് മഅസ്സലാമ ഫി അമാനില്ല എന്നാണ് പറയുക. ഇനി അടുത്ത പാഠം, യോമു ജുംഹൂരിയത്തുൽ ഹിന്ദ്, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ. അസ്ബഹത്ത് ആസിമത്തുൽ ഹിന്ദി, ഇന്ത്യയുടെ തലസ്ഥാനം ആയിത്തീർന്നു. മുസ്ദഹിമത്തൻ, തിരക്ക് പിടിച്ചത്. സ്വബാഹൽ യോമി സാദിസി വൽ ഇശ്രീൻ മിൻ യനായർ, ജനുവരി 26 രാവിലെ. ജനുവരി 26 രാവിലെ ഇന്ത്യയുടെ തലസ്ഥാനം, അതായത് ന്യൂഡൽഹി, തിരക്ക് പിടിച്ചതായി തീർന്നു. വഫി ദാലിക്കൽ യൗമി, ആ ദിവസം, സ്വാറത്തുൽ ഹിന്ദു ജുംഹൂരിയത്തൻ, ആ ദിവസമാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യം അല്ലേ. ഇന്ത്യ ജനാധിപത്യ ഭരണത്തിന് കീഴിൽ വന്നത് ജനുവരി 26 അതുകൊണ്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ അന്ന് രാവിലെ തലസ്ഥാനത്ത് ഒരുപാട് ജനക്കൂട്ടമുണ്ടാകും. ഹലറ ആലാഫു മിനന്നാസ്, ആയിരക്കണക്കിന് ആളുകൾ എത്തി. മിൻ മുഖ്തലിഫ് അൻഹാഇൽ ഹിന്ദ്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്.
മുഖ്തലിഫ് അൻഹ, അൻഹ മീൻസ് ഭാഗങ്ങൾ, മുഖ്തലിഫ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേർന്നു. ഇസ്തഫൽ ജുയൂഷു, സൈന്യം അണിനിരന്നു, ഇസ്തഫ അണിനിരന്നു, അമാമ ബവാബത്തിൽ ഹിന്ദ്, ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ. അവിടെയാണ് ഈ റിപ്പബ്ലിക് ദിന പരിപാടികൾ നടക്കുക. ഖദിമ സ്വാഹിബു സആദത്തി റഈസുൽ ഹിന്ദി, ഹിസ് ഹൈനസ്, ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ലെ, റഈസുൽ ഹിന്ദി ഇന്ത്യയുടെ രാഷ്ട്രപതി, പ്രസിഡന്റ് ഖദിമ വന്നു. സ്വാഹിബു സആദത്ത് എന്നത് ബഹുമാനിച്ചോട്ട് പറയുന്നതാണ്. വറഫഅൽ അലമ, എന്നിട്ട് അദ്ദേഹം പതാക ഉയർത്തി. വസ്തലമ തഹിയാത്തി മിനൽ ജുനൂദി, സൈനികരിൽ നിന്നും സല്യൂട്ടുകൾ അദ്ദേഹം സ്വീകരിച്ചു. ഇസ്തലം, അദ്ദേഹം സ്വീകരിച്ചു. തഹിയാത്ത്, സല്യൂട്ട്സ്, മിനൽ ജുനൂദ്, സൈനികരിൽ നിന്നും. പതാക ഉയർത്തിയാൽ സൈന്യം സല്യൂട്ട് ചെയ്യൂല്ലേ. ഖദ്ദമൽ ഫന്നാനൂന, കലാകാരന്മാർ അവതരിപ്പിച്ചു. മിനൽ വിലായാത്തിൽ മുഖ്തലിഫത്തി, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന കലാകാരന്മാർ അവതരിപ്പിച്ചു. മആരിള സഖാഫിയത്തൻ, സാംസ്കാരിക പ്രദർശനങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള ഓരോ സ്റ്റേറ്റിൻ്റെയും പ്രദർശനങ്ങൾ നടത്താനുള്ളൊരു സമയമുണ്ടാവും അവിടെ റിപ്പബ്ലിക് ദിനത്തിന്. വ ബറാമിജ ഖാസത്തൻ ബി വിലായത്തിഹിം, അവരുടേതായ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാംസും അവരവതരിപ്പിച്ചു. ഓരോ സംസ്ഥാനത്തിനും പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ കഴിയും. ഓരോരുത്തരും അവരവരുടെ സാംസ്കാരികമായ കാര്യങ്ങളൊക്കെയാണ് അവതരിപ്പിക്കുക. സുമ്മ ജറ അൽ അർലുൽ അസ്കരിയു, പിന്നെ സൈനിക പരേഡ് നടന്നു. അൽ അർലുൽ അസ്കരിയു മീൻസ് സൈനിക പരേഡ്. വ അർലുൽ അസ്ലിഹത്തി, അർലുൽ അസ്ലിഹത്ത് എന്താണ്? ആയുധ പ്രദർശനം. അർലുൽ അസ്ലിഹത്ത്, അസ്ലിഹത്ത് മീൻസ് ആയുധം. വൽ മറാക്കിബിൽ ഹർബിയ, യുദ്ധവിമാനങ്ങളുടെ അല്ലെങ്കിൽ യുദ്ധവാഹനങ്ങൾ. മറാക്കിബ് മീൻസ് വാഹനങ്ങൾ, യുദ്ധ ടാങ്കും മറ്റും അല്ലേ, യുദ്ധവാഹനങ്ങളുടെ പ്രദർശനവും നടന്നു. കാനത്തി ത്വാഇറാത്ത് വൽ മിർവഹിയാത്തുൽ ഹർബിയത്തു, യുദ്ധവിമാനങ്ങളും യുദ്ധ ഹെലികോപ്റ്ററുകളും ഹല്ലഖത്ത്, വട്ടമിട്ട് പറന്നു. ഫി സമായി, ആകാശത്ത്. അത്വാഇറാത്ത്, വിമാനങ്ങൾ. വൽ മിർവഹിയാത്തു, ഹെലികോപ്റ്ററുകൾ. അൽ ഹർബിയ, യുദ്ധവിമാനങ്ങളും യുദ്ധ ഹെലികോപ്റ്ററുകളും. ഹല്ലഖത്ത്, വട്ടമിട്ട് പറന്നു. ഫി സമായി, ആകാശത്ത്. ഇഖ്തുതിമത്തിൽ ഇഹ്തിഫാലാത്തു, പരിപാടികൾ അവസാനിച്ചു. ബിൻ നഷീദിൽ വത്നി, ദേശീയ ഗാനത്തോടെ. അങ്ങനെയാണ് റിപ്പബ്ലിക് ദിന പരിപാടികൾ ഉണ്ടാവുക. ഇതാണ് സംഭവം. നുറാജു തഖരീറ, നമുക്ക് മേലെ പറഞ്ഞ റിപ്പോർട്ട് വായിക്കാം. വനക്തുബുൽ ജുമലൽ മുനാസിബത്തിൽ സുവരി, താഴെയുള്ള ചിത്രങ്ങൾക്ക് അനുയോജ്യമായ സെന്റൻസുകൾ അതിൽ നിന്നും കണ്ടെത്താം. ഇത് വിമാനങ്ങളൊക്കെ പറക്കുകയാണ് അല്ലേ, അതിനോട് യോജിക്കുന്ന സെന്റൻസ് ഏതാണ്? കാനത്ത് ത്വായിറാത്ത് വൽ മിർവഹിയാത്തുൽ ഹർബിയത്തു ഹല്ലഖത്ത് ഫി സമായി എന്നതാണ് അല്ലേ. ആ സെന്റൻസ് ഇവിടെ എഴുതുക. പിന്നെ ഇത് ആയുധങ്ങളുടെയൊക്കെ പ്രദർശനമാണ് അല്ലേ. അതോ സുമ്മ ജറ അൽ അർലുൽ അസ്കരി വ അർലുൽ അസ്ലിഹത്ത് വൽ മറാക്കിബിൽ ഹർബിയ, സൈനിക പരേഡ് നടന്നു. അല്ലെങ്കിൽ അൽ അർലുൽ അസ്കരിയ എന്നുള്ളത് അവിടെ ഒഴിവാക്കാം, അവിടെ കാരണം ആയുധങ്ങൾ മാത്രമാണ് കാണിച്ചത് അല്ലേ. അപ്പൊ സുമ്മ ജറ അർലുൽ അസ്ലിഹത്തി വൽ മറാക്കിബിൽ ഹർബിയ, യുദ്ധ വാഹനങ്ങളുടെയും ആയുധങ്ങളുടെയും പ്രദർശനം. ഇതെന്താണ്? സൈനികർ ബവാബത്തിന് മുമ്പ്, ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ അണിയായി നിന്നുള്ള ഇസ്തഫ അൽ ജുനൂദു അമാമ ബവാബത്തിൽ ഹിന്ദ്, ആ സെന്റൻസ് ആണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം.